നമ്മോട് ചേരുന്നുണ്ട് പ്രവീണ. എന്തായാലും ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കില്ല, പാർട്ടി രാഹുലിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയില്ല, പകരം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കും. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രവീണ, പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യും, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നേരത്തെ തന്നെ തെറിച്ചിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ MLA സ്ഥാനത്ത് രാഹുൽ തുടരും എന്ന് തന്നെയാണോ? സ്വമേധയാ ഒരു രാജിക്ക് ഇനി രാഹുൽ ഒരുങ്ങാനുള്ള സാധ്യതയുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ രാജിയിലേക്ക് പോകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാജി ഒഴിവാക്കാൻ രാഹുലിനെ പിന്തുണയ്ക്കുന്നവരുടെയും പക്ഷത്തു നിന്ന് വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു. ആ സമ്മർദ്ദമൊക്കെ ആദ്യതലത്തിൽ ഒന്നും നേതൃത്വം മുഖവിലേക്ക് എടുത്തിരുന്നുമില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ നിയമോപദേശം കിട്ടി വരുമ്പോൾ ആ നിയമോപദേശം മാനിച്ചേ മതിയാവൂ. കാരണം ഏതെങ്കിലും തരത്തിൽ രാഹുൽ രാജിവെക്കുകയാണെങ്കിൽ ഇനി 8 മാസമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. അതിൽ 6 മാസത്തെ കാലയളവ് എന്നുള്ള മാനദണ്ഡം എടുത്താൽ 2 മാനദണ്ഡമാണ് പറയുന്നത്. ഒന്ന്, 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണം. 2, 1 വർഷത്തിൽ താഴെയാണ് രാജിവയ്ക്കുന്ന അന്ന് മുതലുള്ള കാലാവധിയെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ല. പക്ഷേ ഇതിൽ 6 മാസം എന്നുള്ള കാലാവധിയാണ് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാനദണ്ഡമാക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് BJP ഭരണം കേന്ദ്രത്തിലുള്ള സാഹചര്യത്തിൽ അത്തരത്തിൽ ഏതെങ്കിലും മൂവ് നടത്തിയാൽ അതിനെ ചെറുക്കാൻ എന്തായാലും സംസ്ഥാന നേതൃത്വത്തിനൊന്നും കേരളത്തിൽ കഴിയുകയില്ല. ആ സാഹചര്യത്തിൽ ആ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കുക മാത്രമാണ് കോൺഗ്രസിന് മുന്നിലുള്ള ഏക രാഷ്ട്രീയ മാർഗം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ധാർമ്മികത എന്നുള്ളതൊന്ന് ഉയർത്തിപ്പിടിച്ച് ജനങ്ങൾക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് എത്തേണ്ടതുമുണ്ട്. ആ 2 കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക. അപ്പോൾ കോൺഗ്രസിന് പറയാവുന്ന ന്യായങ്ങൾ 2ആണ്. ഞങ്ങൾ നടപടിയെടുത്തു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണ്, അയാൾക്ക് സ്വന്തം ധാർമ്മികത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് സ്വയം തീരുമാനിച്ച് എങ്ങുമില്ലാതെ ഇങ്ങനെ MLA ആയി തുടരണമോ ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങണമോ എന്നൊക്കെ തീരുമാനിക്കാമെന്ന് പാർട്ടിക്ക് നിലപാട് പറയാം. ഇനി ഞങ്ങൾക്ക് ആ വ്യക്തിയുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്ന് വ്യക്തമാക്കാം. അപ്പോൾ സ്വാഭാവികമായും പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ആളുടെ പേരിലുള്ള ആരോപണങ്ങൾക്കൊന്നും ഇനി പാർട്ടി മറുപടി പറയേണ്ട കാര്യമില്ല എന്നുള്ള തരത്തിൽ പൊതുമധ്യത്തിൽ അവർക്ക് നിലപാട് വ്യക്തമാക്കാൻ കഴിയും. അപ്പോൾ പാർട്ടിയുടെ മുഖം സംരക്ഷിച്ചതുമാകും. വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ നിലപാട് പറയാനുമാകും എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ 15-ാം തീയതി തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ സ്വാഭാവികമായും ഭരണപക്ഷത്തിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമുയർത്താൻ നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ട്. അതെല്ലാം ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധമുയർത്താൻ ഒരുങ്ങുമ്പോൾ രാഹുലിന്റെ കാര്യം പറഞ്ഞ് ആരെങ്കിലും ഭരണപക്ഷത്തു നിന്ന് ഒരു പ്രതിരോധം ഉയർത്തിയാൽ അതിനെ പ്രതിരോധിക്കാനാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയിലുള്ള ആളല്ല ഇപ്പോൾ, ബാക്കിയൊക്കെ രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളത് അയാളുടെ ധാർമ്മികതയാണ് എന്ന് പറഞ്ഞൊഴിയാൻ കഴിയും. അതിന് പറയുന്ന ഒരു കാരണം ജനങ്ങളെ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ള ന്യായം പറയുമ്പോഴും ഈ പറയുന്ന കാര്യം, അതായത് രാഷ്ട്രീയത്തിൽ ചില തന്ത്രങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ BJPയുടെ കടന്നുവരവ് ഒഴിവാക്കാൻ ഞങ്ങളിത് ചെയ്തതാണ് എന്ന് പിന്നീട് മുന്നണിക്കുള്ളിൽ തന്നെ പറയുകയും ചെയ്യാം. അപ്പോൾ മുന്നണി നേതാക്കളുടെയും അതുപോലെ തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെയും ഒക്കെ നിലപാട് എടുത്തുകൊണ്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. രാജി ആവശ്യമായിരുന്നു എല്ലാവരും ഉന്നയിച്ചത്. പക്ഷെ അതിനേക്കാൾ ഒരുപടി കൂടി മുന്നിൽ കടന്നുകൊണ്ട് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇനി MLA സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ളത് അയാളുടെ ചോയ്സ് ആണ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും മറുപടി പറയാൻ ഇനി എളുപ്പമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ആരോപണം ഉയർന്നു വരുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളല്ല, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആളിനെതിരെ എന്ത് ആരോപണം ഉയർന്നാൽ എന്ത് എന്നുള്ള മറുപടി പറഞ്ഞ് പ്രതിരോധ കോട്ട തീർക്കാനാകും. അത്തരത്തിലൊരു കോട്ട തീർക്കുക കൂടിയാണ് ഈ ഒരു തീരുമാനത്തിന്റെ ഉദ്ദേശവും മറ്റൊന്നുമല്ല. മുതിർന്ന നേതാക്കളടക്കം ഇന്നലെ രാത്രി മുതൽ കൂടിയാലോചനകൾ ശക്തമായിരുന്നു. AICC തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സംസ്ഥാന നേതൃത്വത്തിന് നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, അതുപോലെ തന്നെ KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ് എന്നിവർ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. രമേശ് ചെന്നിത്തല, VM സുധീരൻ, അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ VD സതീശൻ തുടങ്ങിയവർ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ നിൽക്കുകയായിരുന്നു. രാജി വയ്പ്പിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. പക്ഷേ പലരും ഉന്നയിച്ച ഒരു ആശങ്ക ഉപതെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങുമെന്നുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് മുൻ ലോക്സഭാ സെക്രട്ടറിമാരിൽ നിന്നടക്കം നിയമോപദേശം തേടാൻ തീരുമാനിച്ചതും. ഈ നിയമോപദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജി വേണ്ട എന്നുള്ള കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. രാജി വേണ്ട എന്ന് പറയുമ്പോഴും അയാളിലുള്ള എല്ലാ ഉത്തരവാദിത്വവും ഒഴിയാനുള്ള പക്വത കൂടി പാർട്ടി കാണിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്യുന്നു. സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ഉത്തരവാദിത്വവും പാർട്ടിക്കോ നേതൃത്വത്തിനോ ഏറ്റെടുക്കേണ്ട കാര്യവും വരുന്നില്ല. ഇനി അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അയാൾ
UDF കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താകും. അതായത് നിയമസഭയിൽ ഈ പാർലമെന്ററി പാർട്ടിയിൽ നിന്നാണ് ഓരോരുത്തരും സംസാരിക്കുന്നതിനും മറ്റ് ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നതിനും ഒക്കെയുള്ള അനുമതി കിട്ടുക. അതിനോടൊപ്പം തന്നെ UDF ബ്ലോക്ക് ഉണ്ട്, അവർ ഇരിക്കുന്ന സീറ്റുകളുണ്ട്. ആ സീറ്റുകളിലൊന്നും തന്നെ ഇനി രാഹുലിന് കിട്ടുകയുമില്ല. രാഹുലിന് നിയമസഭയിൽ പുതിയ സീറ്റ് ചോദിച്ചു വാങ്ങേണ്ടി വരും. അതിനുള്ള നടപടിക്രമങ്ങളും ചട്ടങ്ങളും ഒക്കെ പാലിച്ച് അദ്ദേഹം റിക്വസ്റ്റ് കൊടുക്കുകയും അതിന് സ്പീക്കർ അനുമതി കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട നിരവധി പ്രക്രിയകളുണ്ട്. അപ്പോൾ അത്തരത്തിലേക്കൊക്കെ, അതായത് ഒറ്റപ്പെടുത്തി അകറ്റുക എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്തെന്നുള്ള ചോദ്യത്തിന് പോലും ഉത്തരമില്ലാത്ത വിധത്തിൽ, രാഹുലിന് ഇനിയൊരു ഉത്തരം കണ്ടെത്താനാകാത്ത വിധത്തിൽ പാർട്ടി നിലപാട് സ്വീകരിച്ചു എന്ന് പറയാം. കാരണം ഇനി ഒരിക്കലും രാഹുൽ എന്തായാലും അടുത്ത കാലത്തൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സീറ്റ് കൊടുക്കുന്ന ചർച്ചകളൊന്നും ഉണ്ടാകില്ല. ഇപ്പോൾ രാജിവയ്പ്പിക്കാൻ പറ്റാത്ത സാഹചര്യം ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു ഒറ്റ കടമ്പ മാത്രമാണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്, ആ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കി BJPയുടെ നേതൃത്വം ഏതെങ്കിലും തരത്തിൽ കടന്നു കയറാതിരിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടിയാണ് തങ്ങളുടെ ഈ നിലപാടെന്ന് പിന്നീട് രാഷ്ട്രീയമായി പറയുകയും ചെയ്യാം. ഈ രാഷ്ട്രീയ എതിരാളികളുടെ വാടെത്തിക്കുകയും ചെയ്യാം. അതിനുവേണ്ടി കൂടിയാണ് അടിയന്തരമായി